ഗൈസ്, ഹലോ. നമ്മള് പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് പരുന്തുംപാറ. അപ്പം ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പരുന്തുംപാറയ്ക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എൻ്റെ അമ്മ വെളിയിലായതുകൊണ്ട്, ഗൾഫിലായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ട്രിപ്പ് പോകലും ഒന്നിച്ചുള്ള യാത്രകളും ഒക്കെ വളരെ ചുരുക്കം മാത്രമാണുള്ളത്. എൻ്റെ സിസ്റ്റർ കാറിൽ ഇല്ല, അവൾ നമ്മളെ ബാക്കിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവൾ സ്കൂട്ടറിലാണ് വന്നത്. ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ അവൾ സ്കൂട്ടറിൽ വന്നതുകൊണ്ട് അവളുടെ വണ്ടി വേറെ എവിടെയെങ്കിലും സേഫായിട്ട് വെച്ചിട്ട് വേണം അവൾക്ക് കാറിൽ കയറിയിട്ട് നമുക്കൊന്നിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ. അങ്ങനെ എൻ്റെ സിസ്റ്റർ കാറിൽ കയറി. അവരങ്ങനെ യാത്രയൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇതിലേറ്റവും കൂടുതൽ ഈ ട്രിപ്പ് കൊണ്ട് എൻജോയ് ചെയ്യുന്നത് എൻ്റെ അമ്മയും എൻ്റെ സിസ്റ്ററും ആയിരിക്കും. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ കാര്യം വെച്ചാലും എൻ്റെ ഫാമിലിയോടെ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പരുന്തുംപാറ പോകാനാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. പക്ഷേ പകുതി വഴി എത്തിയപ്പോഴത്തേക്കും പ്ലാൻ ചെറുതായിട്ട് എല്ലാവരുടെയും താല്പര്യപ്രകാരം ഒരു ചേഞ്ച് ഉണ്ടായി. എല്ലാവരുടെ ആഗ്രഹപ്രകാരം അങ്ങനെ തേക്കടി, കമ്പം, മുന്തിരിത്തോപ്പ് അതായി ഞങ്ങളുടെ അടുത്ത പ്ലാൻ. അപ്പോൾ പിന്നെ ഒന്നും നോക്കേണ്ടി വന്നില്ല, ഒറ്റ മൈൻഡ് വണ്ടി നേരെ കമ്പത്തേക്ക്. ഏകദേശം പെരുവന്താനം എത്തി. പെരുവന്താനം കുറ്റിക്കാനം വഴിയാണ് നമ്മൾ പോകുന്നത്. പെരുവന്താനം വ്യൂ തന്നെ നല്ല അടിപൊളിയാണ്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള വ്യൂ പോയിൻ്റാണ് ശരിക്കും പെരുവന്താനം. ഇവിടെ കോടയൊക്കെ ഇറങ്ങി കിടക്കുമ്പോൾ പ്രത്യേക ഭംഗി തന്നെയാണ്. ശരി, മുമ്പ് വർക്ക് ചെയ്തിരുന്നത് തേക്കടിയിലാണ്. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഇതുവഴി പോയിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരുന്നു ഇവിടെ. അങ്ങനെ എൻ്റെയും ഷെബിയുടെയും ഫേവറേറ്റ് ടീ സ്പോട്ട് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു. അവിടെ എത്തിയിരിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം കുറേ ആയി ഇങ്ങോട്ടേക്ക് വന്നിട്ട്. ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഞങ്ങൾക്കിവിടെ. ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ ഒരു ചായ കുടിച്ചാലോ? ഇവിടെ എത്തിയാൽ ഒരു ചായ മസ്റ്റാണ്. ചായ, വെള്ളച്ചാട്ടം, ചാറ്റൽമഴ, അന്തസ്. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഈ ഹരിതാപവും പച്ചപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു. കണ്ടില്ലേ? പശുവും മലയും കുന്നും പാറകളും. എൻ്റെ ഫാമിലി ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ഈ ഇറന്ന് തിന്നുന്നവൻ്റെ കയ്യിൽ നിന്ന് തുറന്ന് തിന്നാന്ന് പറയില്ലേ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാവൻ്റെ കുട്ടി ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ആ സാധനം. പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് ഞാനുൾപ്പെടെ തുറന്ന് തിന്നുകയാണ്. അവനാണെങ്കിൽ വാരിഗോരിയൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുമുണ്ട്. എൻ്റെ അമ്മ ട്രിപ്പ് തുടങ്ങണ സമയം തൊട്ട് ചോദിച്ച ഒരേ ഒരു കാര്യമുള്ളൂ, തേയിലത്തോട്ടം ഉണ്ടാവില്ലേ അവിടെ? തേയിലത്തോട്ടം ഉണ്ടാവില്ലേ എന്ന്. ഒടുവിൽ ഇതാ എൻ്റെ അമ്മയ്ക്ക് ഇതാ തേയിലത്തോട്ടത്തിൻ്റെ ഒരു എന്താ പറയുക, പച്ചപ്പരവതാനി തന്നെ വിരിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മൾ. എന്നെ വെച്ചിട്ട് കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി. പുള്ളിക്കാർ പറയാണ് എൻ്റെ മുകളിൽ കയറി കിടന്നാലോ എന്നൊക്കെ. ഇതിൻ്റെ ഇടയിൽ ഒരാൾ, നീ ഇടയ്ക്കൊക്കെ എന്നെ കൂടി ഒന്ന് മൈൻഡ് ചെയ്യടി, ഞാനും ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്നും പറഞ്ഞ് പാവം പിടിച്ച് എൻ്റെ മാപ്പിള അവിടെ കിടന്നിരിക്കും ഇരുന്ന് പറയുകയാണ്. ഞാനപ്പോൾ എങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കും? അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത്.
അങ്ങനെ നമ്മൾ തേക്കടി ടൗൺ, അതായത് കുമളി ടൗൺ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ ചുരം ഇറങ്ങി കമ്പം മുന്തിരിത്തോപ്പ്, ഇതാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചുരം ഇറങ്ങി തുടങ്ങും. എൻ്റെ ഉമ്മച്ചിക്ക് പിന്നെ പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട് കുരങ്ങുകൾ. എൻ്റെ ഉമ്മക്ക് കുരങ്ങിനെ കണ്ടാൽ മതി, പിന്നെ അത് മതി. അതിനെ കാണാൻ വേണ്ടിയാണ് കൂടുതലും എൻ്റെ ഉമ്മ ട്രാവൽ ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിപ്പോകുന്ന കാര്യമാണ്. ഇത് കുരങ്ങുകൾ അത്ര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി താഴെ വന്നു. ഇനി നേരെ മുന്തിരിത്തോട്ടത്തിലേക്കാണ്. ശരിക്കും ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. ഫുള്ള് രണ്ട് സൈഡും കൃഷിയൊക്കെ ആയിരിക്കും. ക്യാബേജ് കൃഷി മാത്രമല്ല, ഇവർ പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ കാണാൻ തന്നെ. പക്ഷെ ഭയങ്കര ചൂടാണ് കേട്ടോ. കുമളിയിൽ തണുപ്പാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ്. ഞങ്ങൾ മുന്തിരിത്തോട്ടം എത്തി, കാറ് പാർക്ക് ചെയ്ത് തോട്ടത്തിനുള്ളിലേക്ക് നടക്കുവാണ്. നമ്മൾ നടക്കുന്നതിൻ്റെ രണ്ട് സൈഡും തോട്ടമുണ്ട്. ഇതൊക്കെ കൃഷി കഴിഞ്ഞെന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. മുന്തിരിയൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മൾ തോട്ടത്തിനുള്ളിലേക്ക് കയറി. എന്ത് രസമല്ലേ കാണാൻ. നല്ല ചുവന്നിട്ട് കണ്ടാൽ കടിച്ച് തിന്നാനൊക്കെ തോന്നും, പക്ഷെ കടിച്ച് തിന്നാൽ അവരറിയാം. അവിടെ ആളുകളൊക്കെ നിൽപ്പുണ്ട്, നമ്മളെ വഴക്ക് പറയും. അപ്പം നമ്മൾ കുറച്ച് നേരം അതിനുള്ളിലേക്ക് ഇരുന്ന്. ശരിക്കും ഇത് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. സാധാരണ ഞങ്ങൾ മുന്നേ വന്നപ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കുറവായിരുന്നു. അപ്പം നമുക്ക് കുറേ അടുത്തിങ്ങനെ കടിക്കണ പോലെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും ഞങ്ങൾ കുറേ പിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വെച്ചു. എൻ്റെ ഉമ്മച്ചിക്കാണെങ്കിൽ ഇവിടെ ഈ ചീഞ്ഞ് കിടക്കുന്നുണ്ട് കുറച്ച് മുന്തിരി. അപ്പോൾ അത് കണ്ടിട്ടാണ് സഹിക്കുന്നില്ല. കിലോയ്ക്ക് 40 രൂപ വെച്ച് കൊടുക്കുന്നു. ഇതൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വരികയാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ വരെ വന്നല്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്തു. പിന്നെ അവിടെ ഈ കളിക്കണ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർ എന്നാലും ആഗ്രഹം പറഞ്ഞാൽ അതൊക്കെ സാധിച്ചു കൊടുക്കണമെന്നല്ലേ. എന്നാൽ പിന്നെ പിള്ളേർ കളിച്ചോട്ടെ. പിള്ളേർക്കൊരു കമ്പനിക്കായി ഞാനും എന്നാൽ പിന്നെ അവരുടെ കൂടെ അങ്ങ് കൂടി. ഈ മുന്തിരിയൊക്കെ കണ്ടപ്പോൾ തൊട്ടേ എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കിക്കൂടാ എന്നൊരു നിഗമനവുമായി മുന്തിരിത്തൈ വാങ്ങിച്ചുകൊണ്ട് വരുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുവരുന്നത്. കൂടെ ആരോ ഉണ്ട്, ആരോ കമ്പനിയിലേക്ക് കൊണ്ടുവരാ. ഇതാണ് മുന്തിരിത്തൈ. അവളെ വീട്ടിൽ കൊണ്ടുപോയി കൃഷി നടത്താനുള്ള പ്ലാനിലാണ്. പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങിന് കയറി. അവിടെ ഡ്രസ്സിൻ്റെയൊക്കെ കുറേ നല്ല വില കുറച്ചവിടെ ഡ്രസ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ വലിയ ക്വാളിറ്റിയൊന്നും ഇല്ല. അവിടെ നമ്മൾ തിരിച്ചു പോകണമാണ്. പോണ വഴിക്ക് നമുക്ക് നല്ലൊരു ബ്ലോക്ക് കിട്ടി. കുറേ കാളകൾ, കുറേന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഞങ്ങളവിടെ നിന്ന് ഇവറ്റകൾ പോയിട്ടാണ് പോകണമെങ്കിൽ ഇപ്പോഴൊന്നും കഴിയില്ല. കണ്ടില്ലേ, കുറേ ഇനി വരാനിരിക്കുന്നു. പിന്നെ പോണ വഴിക്ക് കുറേ മാങ്ങകൾ വിൽക്കുന്നുണ്ടായിരുന്നു, കുറേ ടൈപ്പ് മാങ്ങകൾ. അങ്ങനെ ഞാനും എൻ്റെ വാപ്പച്ചിയും കൂടെ ബാർഗെയിൻ ചെയ്ത് 2 ടൈപ്പ് മാങ്ങ വാങ്ങിച്ചു. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ. അങ്ങനെ അവരോടും ഭയം പറഞ്ഞ് കമ്പനിയൊക്കെ ആയി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ചുരം കയറുന്ന സമയത്ത് മഴയൊക്കെ പെയ്താൽ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റാണ്. പിന്നെ വരണ വഴിക്കെന്തോ ഷൂട്ടോ കാര്യങ്ങളോ സീരിയലിൻ്റെ ആണെന്ന് തോന്നുന്നു
ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒരു മഴവില്ലൊക്കെ കാണാൻ സാധിച്ചു, മഴയൊക്കെ വീണതായിട്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പം എടുക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം വരുന്ന പൈപ്പുകൾ. വലിയ പൈപ്പാണല്ലോ, അപ്പം നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. ചുരം അങ്ങനെ കയറി തുടങ്ങിയിരിക്കും. ഇനി ഇവിടുന്ന് നേരെ തേക്കടി, അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോവും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.